ഹായ് ഗായ്സ്. അപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചൊരു ഫസ്റ്റ് വ്ളോഗ് ഇടാമെന്ന്. ഫസ്റ്റ് വ്ളോഗ് ആകുമ്പം ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വെച്ചൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ നമുക്ക് ഇവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കൃഷ്ണപ്രിയ ആൻഡ് ഗോപകുമാർ. ഇവരുടെ മാരേജ് സത്യം പറഞ്ഞാൽ ഒരു ഡ്രീം മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ ഫാമിലി തന്നെ ഏറ്റവും സൂപ്പർ മാരേജ് ഞാൻ കണ്ടത് വെച്ച്. എല്ലാവരും ചേട്ടന്മാരും എല്ലാം കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ഹൽദി വന്നു. ഹൽദി വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. ദാറ്റ് ഈസ് അറേഞ്ച്ഡ് അറ്റ് KP's ഹോം. ശരിക്കും അടിപൊളി ഹൽദി. പിന്നെ കസിൻസും എല്ലാവരും വന്ന് തലേ ദിവസത്തെ പരിപാടിയായി, ഫുഡ്, പിന്നെ പുടവ് കൊടുപ്പായി. അങ്ങനെ എല്ലാം ആയിക്കഴിഞ്ഞാൽ അവരുടെ ഡ്രീം ഡേ വന്നു. ഡ്രീം ഡേ എന്ന് പറയുമ്പം അവർ ഒരുപാട് നാൾ കൊതിച്ചിരുന്ന് സെറ്റായ ആ ദിവസം March 16, their ഡ്രീം ഡേ. ನಲಿದಿವೆ ಕೇಳು, ಯಾರೇ ವರನೆಂದು ನಗುತ್ತಿವೆ ನೋಡು. ಪರಿಚಯ ಪರಿಧಿ ಮೀರು ವರುಷ, ಪರಿಣಯ ಪದವ ಹಾಡು ಹರುಷ. അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിസപ്ഷൻ പരിപാടിയിലേക്ക് പോയി. പെണ്ണും പെണ്ണിൻ്റെ കൂട്ടുകാരൊക്കെയുള്ള അടിപൊളി ഡാൻസും പരിപാടി. ഞങ്ങൾ കസിൻസ് വിട്ടുകൊടുക്കും, ഞങ്ങളും തകർത്തു. അടിപൊളി മാരേജ്. ഇത്രയും കസിൻസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും എൻജോയ് ചെയ്തത് ഇത് ആദ്യമായിട്ടാണ്. കല്യാണത്തിന് മുമ്പ് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ ഡേ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. കുറേ വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങളുടെ എല്ലാം പുറത്തൂടെ ഞങ്ങൾ നന്നായിട്ട് സന്തോഷിച്ചു. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത്. സോ ഒരു കല്യാണം കഴിഞ്ഞ് 4 മാസമായെങ്കിലും ഞാനിങ്ങനെ ആ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ആലോചിക്കുന്നുണ്ട്, എനിക്കൊരു വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഞാൻ എടുത്തത്. അങ്ങനെ എൻ്റെ ഏട്ടത്തിയമ്മയുടെ ഡ്രീം കം ട്രൂ ഡേ ആയിരുന്നത്. അതുപോലെ ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു. ആ എൻജോയ്മെൻറ്റ് സത്യം പറഞ്ഞാൽ മറക്കാനേ പറ്റത്തില്ല. ഈ 4 മാസമായിട്ടും അതുപോലെ എൻ്റെ മനസ്സിലതുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പുതിയ കണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.